ആണോ നീലകണ്ഠ, ഈ തീർത്ഥപാദം പറയുന്നത് ശരിയാണോ? നീണ്ട 60 വർഷങ്ങൾ ഞാൻ നീണ്ട ലോകസഞ്ചാരത്തിനിടയ്ക്ക് ഒക്കെ മറന്നുപോയി, ഓർത്തു വെച്ചതേയില്ല. അപ്പൊ ഞാൻ വൃദ്ധനായി അല്ലേ? ശരി, എൻ്റെ വാർദ്ധക്യം ഞാൻ സഹർഷം സ്വീകരിക്കുന്നു. സ്വാമിയുടെ ഷഷ്ടിപൂർത്തി സമുചിതമായി ആചരിക്കണമെന്ന് ഞങ്ങൾ ശിഷ്യന്മാർക്കൊരു മോഹമുണ്ട്. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. മറ്റുള്ളവരും പോലെ തന്നെയാണ് ഞാനും. എൻ്റെ ഷഷ്ടിപൂർത്തിക്ക് ഒരു പ്രത്യേകതയുമില്ല. ആർഭാടപൂർവ്വമായിട്ടുള്ള ഒരു ആഘോഷത്തിനും ഞാൻ സമ്മതിക്കില്ല. ആർഭാടമൊന്നുമല്ല സ്വാമി, വളരെ ആർഭാടമായിട്ട് ലളിതമായിട്ട്. പിന്നീട് സ്വാമി എന്നിട്ട് പറഞ്ഞില്ല, ഇതാ ഷഷ്ടിപൂർത്തി ആഘോഷം തുടങ്ങുന്നു. ഈ ഇരിക്കുന്ന മഹാമനുഷ്യൻ്റെ, രാജരാജവർമ്മ സാറിൻ്റെ തിരുവല്ലയ്ക്കടുത്തുള്ള എഴുമറ്റൂരിലെ നെയ്തല്ലൂർ കോയിക്കൽ കുടുംബക്കാർ ചട്ടമ്പി സ്വാമികളുടെ ഷഷ്ടിപൂർത്തി ആഘോഷം സ്വമേധയാ സ്വീകരിച്ചു, നടത്തുക. എല്ലാ വേദികളിലും സാറ് ഉള്ള വേദികളിലും സാർ ഇല്ലാത്ത വേദികളിലൊക്കെ ഞാൻ പറയാറുണ്ട്. ആ കുടുംബത്തിൽ ജനിച്ച ഒരു ഭാഗ്യം, ആ നെയ്തല്ലൂർ കോയിക്കൽ കുടുംബത്തിൽ ആ പാദസ്പർശം കൊണ്ട്, ഗുരുവിൻ്റെ സ്വാമിയുടെ പാദസ്പർശം കൊണ്ട് പവിത്രമായിട്ടുള്ള അവിടെ സാറ് അതിനുശേഷം അപ്പോൾ പിന്നെ ഷഷ്ടിപൂർത്തി ആഘോഷം കഴിഞ്ഞു. അവിടെ അതിൻ്റെ സ്മാരകമായിട്ടൊരു ഷഷ്ടിപൂർത്തി സ്മാരകം ഉണ്ടായിട്ടുണ്ട്. പരമ ഭട്ടാരകാശ്രമം എന്നാണ് അതിൻ്റെ പേര്. ആ ഭട്ടാരകാശ്രമത്തിൻ്റെ പിൽക്കാലത്താണ് സാറ് അവിടെ 5 വർഷമോ മറ്റോ സംസ്കൃതം പഠിച്ചതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. മാത്രമല്ല സാറ് അതിലുപരി സാറ് താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചട്ടമ്പി സ്വാമികൾ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഫിഡിൽ വാദകനായിരുന്ന ഒരു പത്മനാഭ കണിയാരുമായിട്ട് ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ ആ സ്ഥലത്ത് ചട്ടമ്പി സ്വാമികൾ ഈ കണിയാരുമായിട്ട് ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞ ആ സ്ഥലം, അതറിയാതെ അത് വിലയ്ക്ക് വാങ്ങി സാറ് അവിടെ താമസിക്കുന്നു എന്ന് സാറ് എഴുതിയ ആ അവതാരിക പുസ്തകത്തിലത് ഞാൻ വായിച്ചത്. അതെ, അപ്പോൾ അത്രത്തോളം മഹത്വം ചെയ്ത ആ മണ്ണിൽ സ്വാമി ഇരുന്ന മണ്ണിൽ എന്നും ചവിട്ടാനും എന്നും സഞ്ചരിക്കാനും ഒക്കെ കഴിയുന്ന വലിയ ഭാഗ്യം. അങ്ങനെ മനുഷ്യനെ നമുക്ക് കൂടെ കിട്ടിയത് വലിയ ഭാഗ്യം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ച് കഴിഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഷഷ്ടിപൂർത്തി ആഘോഷം സമുചിതമായിട്ട് നെയ്തല്ലൂർ കോയിക്കൽ കുടുംബക്കാർ ഏറ്റെടുത്തു, സമുചിതമായിട്ട് ആചരിച്ചു. എന്നിട്ട് 6 മാസത്തോളം കാലം സ്വാമി അവിടെ താമസിച്ചു, നെയ്തല്ലൂർ കോയിക്കൽ കുടുംബത്തിൽ. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പോയി. ഈ ലോകത്തിന് പ്രകാശം കൊടുക്കുവാനായിട്ട് ജനിച്ച ഒരാൾക്ക് ഒരു സ്ഥലത്ത് മാത്രം നിൽക്കാൻ പറ്റില്ല. അദ്ദേഹം യാത്ര ചെയ്തു പ്രദേശങ്ങൾ. കാരണം മറ്റ് ഇരുണ്ട പ്രദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രകാശത്തിന് വേണ്ടി ആ ജ്ഞാനസൂര്യൻ്റെ വെട്ടത്തിന് വേണ്ടി ഇങ്ങനെ പ്രതീക്ഷിക്കുകയായിരുന്നു. അങ്ങനെ പോയി. അങ്ങനെ മാവേലിക്കര താമസിക്കുന്ന അവസരത്തിൽ സംഗീതത്തിൻ്റെ ആളായിരുന്നു, സംഗീത ശിരോമണി. ഏത് രംഗത്തല്ലായിരുന്നു? ഇങ്ങനെ ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരുന്നോ? ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നോ? ഇങ്ങനെ ദൈവം ജീവിച്ചിരുന്നോ? ഇല്ല. സംഗീത ശിരോമണി ആയിരുന്നു. അത് മാവേലിക്കരയൊക്കെ സംഗീതത്തിൻ്റെ കേദാരമായിരുന്നു. ഇപ്പോഴും അതിൻ്റെ പിന്തുണക്കാരോട് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ താമസിക്കുന്ന അവസരം വളരെ സന്തുഷ്ടമായിരുന്നു സ്വാമിക്ക്. സ്വാമി നോക്കുമ്പോൾ തൻ്റെ ശിഷ്യൻ തീർത്ഥപാദ പരമഹംസൻ സ്വാമി, നീലകണ്ഠ തീർത്ഥപാദ സ്വാമികൾ വന്നോ? ഞാൻ കാണണമെന്ന് ഇപ്പം അങ്ങോട്ട് വിചാരിച്ചോളൂ. നീലകണ്ഠനെ വരാൻ പറയൂ. അല്ല സ്വാമി, നീലകണ്ഠ തീർത്ഥപാദ സ്വാമികൾ സമാധിയായി.